നമസ്കാരം. ആത്മാക്കളിൽ നിന്ന് അൻവർ സാദത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം, മുന്നേ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ടായിരുന്നു. മനുഷ്യ ശരീരത്തിൽ നമ്മൾ മർമ്മത്തെയാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ 96 തത്വത്തെ സംസാരിച്ചു. അതിൽ പഞ്ചഭൂതങ്ങളെ എടുത്തു സംസാരിച്ചു. ആ പഞ്ചഭൂതത്തിൽ ഒന്നാമത്തെ ഭൂതം ഭൂമി തത്വത്തെയാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ ഏതാണ്ട് കുറച്ച് 2 വീഡിയോകളായി 1-2 കാര്യങ്ങൾ, വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിൽ പൂർണ്ണമായി നമുക്ക് ഭൂമി തത്വത്തെ സംസാരിച്ച് കഴിഞ്ഞില്ല. അതിൻ്റെ ബാലൻസാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ ഭൂമി തത്വം നമ്മുടെ ശരീരത്തിൽ അസ്ഥി ഭൂമി തത്വത്തിൽ പെടുന്നതാണ്. അതിനോട് ചേർന്ന് നമുക്ക് എന്ത് ചെയ്തു, മാംസങ്ങൾ കവചം ചെയ്തു, അതും ഭൂമി തത്വത്തിൽ പെടുന്നതാണ്. അതിൻ്റെ പുറത്ത് തൊലി, നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഈ സ്കിന്ന്, ഇതും ഭൂമി തത്വത്തിൽ വരുന്നതാണ്. അതിനെ കവചം ചെയ്തു, അതിൽ രോമങ്ങൾ വരും. ഇതൊക്കെ ഭൂമി തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉടൽക്കൂറ്, അല്ലെങ്കിൽ ശരീരത്തിലെ ആ ഉടൽ കെട്ടിന്, ഫുള്ള് ഉടലിനെയും ചേർത്ത് ഭൂമി തത്വമായി തന്നെയാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക. ഈ ഭൂമി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയോ പദാർത്ഥങ്ങളിൽ നിന്ന് അത് പരിവർത്തനം നടത്തിയാണ് നമ്മുടെ ശരീരം ഇങ്ങനെ ആയത്. അത് ഞാൻ ഒരു ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചു എന്ന് തോന്നുന്നു. പ്രപഞ്ചത്തിൽ കാണുന്ന പല ഭക്ഷണ സാധനങ്ങളെ നമ്മൾ ഭക്ഷിച്ചു, അത് ഭൂമിയിൽ നിന്ന് നീരിനെ ഊറ്റിയെടുത്തു. വളർന്ന സസ്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ചെടികളെ തിന്നുന്ന മൃഗങ്ങളാവട്ടെ, അതിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളായി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും അതിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ശരീരത്തിൽ കാണും. ശരീരം എന്ന് പറഞ്ഞാൽ ഈ ഉടൽക്കെട്ട്. അപ്പോൾ ഇത് നമ്മൾ ഭൂമിയെ, പ്രപഞ്ചത്തിൽ ഉള്ള ഭൂമിയെയും ഭൂമി എന്ന് പറയും. അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ഉടൽക്കെട്ട്, നമ്മുടെ ഭൂമി രൂപാന്തരപ്പെട്ടു വന്നത്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഭൂമിയിൽ കാണുന്ന മണ്ണിൻ്റെ അവസ്ഥയിലല്ല നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. കാര്യം അതിൻ്റെ സത്തുക്കളെ മാത്രം, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന, അതിനകത്ത് ഭൂമിയിൽ എന്തൊക്കെയോ ഉറഞ്ഞിട്ടുണ്ട്, അതിനകത്തുള്ളിലുള്ളതിൻ്റെ സത്തുകൾ മാത്രം വലിച്ചെടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ഒരു കവചത്തെ രൂപാന്തരപ്പെട്ടു. അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലെ ഭൂമി തത്വമായി മാറുന്നത്. അപ്പോൾ ഇതിന് സാമ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിൽ കാണുന്ന ഭൂമിയിലുള്ള അതേ സ്വഭാവവും അവസ്ഥയുമാണ് മനുഷ്യ ശരീരത്തിനും ഉള്ളത്. ചൂടാവുന്നതാവട്ടെ, തണുക്കുന്നതാവട്ടെ, എല്ലാ അവസ്ഥകളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഭൂമിയുമായി സാദൃശ്യമുണ്ട്. ഇതാണ് നമ്മുടെ ഇതെന്തിനാണ് നമ്മൾ ഈ ഭൂമി തത്വത്തെയും ആകാശത്തെയും അഗ്നിയെയും വായുവിനെയൊക്കെ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ രൂപമാറ്റങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. രൂപമാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ കാണുന്ന അവസ്ഥകളല്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ, ആ 5 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ള അവസ്ഥയല്ല എന്ത് ചെയ്യുന്നത്, 10 മിനിറ്റ് കഴിയുമ്പോൾ. ഓരോ സമയങ്ങളിലും ഓരോ സെക്കൻഡുകളിലും പ്രകൃതി മാറുന്നത് പോലെ ശരീരവും മാറിക്കൊണ്ടിരിക്കും. പ്രകൃതിയിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ശരീരത്തിനും വ്യതിയാനങ്ങൾ വരും. ഇതുവഴി നമുക്ക് രോഗങ്ങൾ, അല്ലെങ്കിൽ രോഗം ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും, അതിന് എന്തൊക്കെയാണോ നമുക്ക് ഒക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നതിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രകൃതിയെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യനെയും അതേ രീതിയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും അനാലിസിസ് ചെയ്യും പോലെ മനുഷ്യ ശരീരത്തെയും അനാലിസിസ് ചെയ്യാനും അത് മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ 96 തത്വങ്ങളെയും കൃത്യമായി മനനം ചെയ്യുന്നത്. അത് മനസ്സിനകത്ത് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു പേഷ്യൻ്റ്, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ പേഷ്യൻറ്റിനെ കണ്ട മാത്രമേ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ആ വന്ന ആളിൻ്റെ സ്വഭാവ രീതികളും അവരുടെ പ്രവർത്തനവും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങളെ നമുക്ക് ഓടിച്ച് ഒരു ആളിനെ കണ്ട മാത്രമേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തത്വങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് വളരെ ചെറിയ കുറച്ച് വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിലേക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് നോക്കാം. എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ഞാനത് ആ സംശയത്തെ നിവാരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നന്ദി, നമസ്കാരം.